ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണയുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നതും താല്പര്യം കാണിക്കുന്നതൊക്കെ എല്ലാവരോടും കൊട്ടിഘോഷിക്കാനായിട്ടൊന്നും നിക്കണ്ട. നിന്റെ നാവറിയാവുന്നോണ്ടാ ഞാൻ ഈ പറയുന്നേ. പോയിക്കോ. നാളെ എന്തായാലും അവർ അവൈലബിൾ ആവല്ലോ അല്ലേ? പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് മീറ്റിംഗ് ഫിക്സ് ചെയ്യാം. ആ, ഡീറ്റെയിൽസ് മാണിക്കുഞ്ഞിന് അയച്ചാൽ മതി. ബാക്കി ഞാൻ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തോളാം. ഓക്കെ, ബൈ. നവീൻ, എന്റെ രൂപ ഇപ്പൊ പാമ്പിനെ പോലൊന്നും അല്ലല്ലോ. എടോ, എന്ത് പണിയാടോ കാണിച്ചത്? താനെന്നലെ എന്നെ കണ്ടിട്ട് പേടിച്ച് നിലവിളിച്ചളഞ്ഞല്ലോ. എന്ത് ചെയ്യണം നവീൻ? ഞാനേ ഇന്നലെ അത്രയ്ക്ക് പേടിച്ചുപോയി. മാണിക്കുഞ്ഞ് ഇന്നലെ എന്നോട് ചോദിച്ചു, ഇത്രയും വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് കൺമുന്നിൽ വന്ന ദിവ്യനാഥത്തിന് മുന്നിൽ ഒരു പേടിയില്ലാതിരുന്ന ഗാഥാ മേഡത്തിന് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന്. ആ സംശയം എനിക്കുണ്ട്. താനെന്നലെ കാണിച്ചത് വെറും പേടിയല്ല, വയലൻസ് തന്നെയായിരുന്നു. സോറി നവീൻ, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ ഉള്ളിന്റെ ഉള്ളില് അതിശക്തമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ കർമ്മത്തോടെ ശാപങ്ങളൊക്കെ തീരും, അത് കഴിഞ്ഞാ നവീന്റെ കൂടെ പൂർണ്ണമായി ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാന്നൊക്കെ. പക്ഷേ എല്ലാം മാറി മറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതാ സംഭവിച്ചേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടോ? നമുക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലോ? താൻ എന്തീ പറയുന്നത്? നമുക്ക് രണ്ടുപേർക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലോന്ന്. ഗാഥ, എല്ലായ്പ്പോഴും തറവാട്ടില് എല്ലാവരോടും കൂടി തന്നെ ജീവിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്ന ആളല്ലേ താൻ? രണ്ടുപേരും മാത്രമായിട്ട് എവിടെയെങ്കിലും പോയി താമസിച്ച ചുറ്റും ആളില്ലാതെ ശ്വാസം മുട്ടി മരിക്കുന്നത് പോലെ തോന്നുമെന്ന് താൻ എന്നോട് പറഞ്ഞല്ലേ? അതെ, അന്നങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ ബെഡ്റൂമിൽ വന്ന നാഗത്തിനെ നവീനും കണ്ടതല്ലേ? അതിന്റെ അർത്ഥം ഒന്നുകിൽ പൂജ ഫലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളതിനേക്കാളും വലിയ നാഗശാപം കളരിക്കലുണ്ടെന്നല്ലേ? എടോ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. സാധാരണ ചില വീടുകളിലൊക്കെ പാമ്പഴിഞ്ഞ് കയറാറില്ലേ? അങ്ങനെയാവാം. പിന്നെ നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുന്നോണ്ട് ചിലപ്പോ നമുക്കങ്ങനെ തോന്നുന്നായിരിക്കാം. നോ നോ നവീൻ, എനിക്ക് വീട്ടിലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഗാഥ, ഇവരെയൊക്കെ വിട്ട് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ വേറെ എവിടെ കണ്ടെത്തും? താൻ പറഞ്ഞേ. താൻ മനസ്സൊന്ന് ഫ്രഷ് ആക്കിയാൽ മതി. എന്നിട്ട് ഇന്നലത്തെ സംഭവമൊക്കെ അങ്ങ് മാച്ചുകളെ. എടോ, നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും പറയാനൊക്കെ ഇല്ലേ? പ്ലീസ് ഗാഥ. ശരി, സമ്മതിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നവീനൊന്ന് ആലോചിക്കണം. ഇവിടുന്ന് പോകുന്നത് ഇതെന്തു പറ്റി ഇയാൾക്ക്? മൊത്തത്തിലൊരു മാറ്റം വന്ന പോലെ. പെട്ടെന്ന് ഒരാള് മറ്റൊരാളുടെ രീതിയിലേക്കും ഭാവത്തിലേക്കും ഒക്കെ മാറുന്നു. ഐ കാൻ't അണ്ടർസ്റ്റാൻഡ്.